ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പി കെ കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മനയിലാണ്, എരുമപ്പെട്ടിയിലുള്ള തെക്കിയെടുത്ത് മനയിലാട്ടോ. ഇന്ന് എനിക്കൊരു ഷൂട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ കൂടെ ഉള്ളത് അയിനുക്കുട്ടനാണ്. അല്ലുക്കുട്ടനെ അച്ഛമ്മേനെയും വല്യമ്മേനെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് പോന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ലോങ് ആട്ടോ ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. ഒരു 12 മണിക്ക് നമ്മൾ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. ഇപ്പോൾ സമയം 1:15 നമ്മുടെ കൂടെ ഷൂട്ടിന് വേറൊരാളും കൂടിയിട്ടുണ്ട്. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇവിടെ വന്നപ്പോൾ നല്ലൊരു അടിപൊളി ട്രഡീഷണൽ വൈബ് കിട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതേ നമ്മുടെ കാറിൻ്റെ ബാക്കിൽ നമ്മുടെ 2 യൂട്യൂബ് ചാനലിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. കുറേ പേര് പറഞ്ഞു ചേച്ചി കാറിൻ്റെ ബാക്കിൽ നിന്ന് ഒട്ടിച്ചിട്ട് കാണില്ലെന്ന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ചൊന്ന് കേറ്റ് ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം നല്ല രസമുണ്ട്. നമ്മൾ ഇതിന് മുന്നേ വേറെ ഷൂട്ട് ഗുരുവായൂർ ചെയ്ത ഓർമ്മയുണ്ടോ? നമ്മുടെ അതിമനോഹരമായ ഒരു ഫോട്ടോ അത് നല്ലതായിരുന്നു അല്ലേ അമലിന്റെ? ഇതേപോലെ തന്നെ ഒരു മനയായിരുന്നു. പക്ഷെ അത് ഇതിനേക്കാളും കുറച്ചും കൂടി ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ചും കൂടി ഐറ്റംസ് ആണ്. ഹായ് അബി ബ്രോ. ഇതാണ് അബിയാണ് ഈ ഒരു ഷൂട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത്. അയിനൂസായിട്ട് കമ്പനി ആവാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അയിനുനെ ഞാൻ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ നിഖിലിച്ചായിട്ട് ഷൂട്ട് എടുക്കാൻ പോണത്. അപ്പം അബിയുടെ വൈഫായിട്ടാണ് ഇന്നൊരു ഷൂട്ടുള്ളത് ആക്കിയതിനായിട്ട്. ആളാണെങ്കിൽ അകത്ത് നിന്ന് മേക്കപ്പാണ്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്താണ്, ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. അപ്പം എന്തായാലും നമുക്ക് ചെന്ന് നോക്കാം. കുറേ നാളായി ഒരു ഷൂട്ടാക്കിയത് പ്ലാൻ ചെയ്യും കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കൊരു സമയം കിട്ടാത്തതുകൊണ്ടാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് ബിസി ആയിപ്പോയി. അപ്പോൾ ഇന്നൊരു ദിവസം അതിന് വേണ്ടി മാറ്റി വെച്ച് ഞങ്ങൾ ഇത്രയും ദൂരം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതെന്തായാലും മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമില്ല. അപ്പോൾ ഞാൻ പോയിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. സമയം ഇപ്പോൾ 2 മണി ആയിട്ടുണ്ട്. അയിനൂസിന് വിശന്ന് തുടങ്ങിയിട്ടുണ്ടാവും. വീട്ടിൽ വിളിച്ച് ചോദിച്ചപ്പോഴാണെങ്കിൽ അല്ലുക്കുട്ടൻ മുട്ടൊക്കെ കൂട്ടിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല കുട്ടിയായിട്ട് ഇരിക്കുകയെന്ന് പറഞ്ഞു. മാങ്ങ പറഞ്ഞ് എങ്ങനെ മാങ്ങ പറഞ്ഞേ? എങ്ങനെ പറഞ്ഞേ? ചേട്ടനോ? എവിടെ ചേട്ടൻ? വീട്ടില് അതെ തീറ്റി വന്നപ്പോ തൊട്ട് ചോദിച്ചോണ്ടിരിക്കുക ചേട്ടൻ ചേട്ടൻ ചേട്ടൻ. അതിനെക്കൂട്ട് നല്ല മോനായിരുന്നു കേട്ടോ. അങ്ങനെ വാശിയൊന്നും പിടിക്കൊന്നും ചെയ്തില്ല. അല്ലുക്കുട്ടനാണെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു കുറുമ്പ് വാശിയൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അവൻ ഞങ്ങൾ രണ്ടാളും മേത്തുനിന്ന് ഇറങ്ങില്ല. അതിന് വേണ്ടി കുറേ സമയം ഞങ്ങൾ അവനെ താലോലിച്ച് ആശ്വസിപ്പിച്ച് നടക്കേണ്ടി വരും. അതിനൊരു കാറ് കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്ന് കളിച്ചൊക്കെ ഇരുന്ന് അവൻ ഇങ്ങനെ സമയം കളയുന്നുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. അതായത് പിള്ളേരൊക്കെ വലുതായി തുടങ്ങി, അവർ സെൽഫായിട്ട് കളിക്കാൻ തുടങ്ങുന്നു, നമ്മളൊക്കെ വേണ്ടായിട്ടായി തുടങ്ങി, അങ്ങനെ പറയല്ല. അതായത് അവരൊരു സ്റ്റേജല്ലേ. ഇപ്പം നമ്മൾ തന്നെ ഇങ്ങനെ എടുത്തിട്ടെടുക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു തുടങ്ങിയെന്ന് ഇപ്പം ഞങ്ങൾക്ക് തോന്നി തുടങ്ങി. പക്ഷെ അങ്ങനെയല്ല, ആവശ്യമുള്ള സമയത്ത്, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു വർക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ കൊടുക്കത്തെ വാശിയായിരിക്കും, നമ്മുടെ അടുത്തുനിന്ന് പോവില്ല കേട്ടോ. അല്ല അങ്ങനെ ഷാപ്പിൽ പോയിരുന്ന ഇവിടെ കുറച്ച് റൂംസൊക്കെ ഉണ്ടെന്ന് അവർ പറഞ്ഞത്. കറക്റ്റായിട്ട് ഞാൻ ഓർക്കണില്ല. മനയുടെ ഉള്ളിൽ തന്നെ 5 റൂമുണ്ട്. പിന്നെ അതല്ലാതെ പുറത്തൊരു 8 റൂമൊക്കെ ഉണ്ടെന്നായിട്ട് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കോസ്റ്റും സംഭവങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്തു. നല്ലൊരു അടിപൊളി പ്ലേസ് തന്നെയാണ്. ഇവിടെയാണെങ്കിൽ ഒരുപാട് കണ്ണിമാങ്ങ വീണെടുക്കുന്നുണ്ടായിരുന്നു. ശരിക്കും നമുക്ക് ഉപ്പിലൊക്കെ ഇട്ട് വെക്കാൻ പാകത്തിനുള്ള നല്ല ഫ്രഷ് മാങ്ങകൾ 1-2 എടുത്ത് ഞാൻ കടിച്ചു നോക്കി. പക്ഷെ തൊലിക്ക് ഭയങ്കര കയ്പായിരുന്നു കേട്ടോ. ക്രാവിനെയും കൊണ്ടുപോയിട്ട് ക്രാവിനെ കൈ കഴുകാൻ മറന്നുപോയി ചേട്ടൻ. പിന്നെ ഞങ്ങൾ അവിടെ ചെന്നിരുന്നിട്ട് ചോറാണ് പറഞ്ഞത്. പിന്നെ അതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഫിഷ് കറിയും അതേപോലെ തന്നെ ചിക്കൻ കറിയും പറഞ്ഞു. നല്ല ഫുഡായിരുന്നു. ചോറിൻ്റെ കൂടെ കിട്ടിയ വെജ് കറീസ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. അബി വെജിറ്റേറിയനെ കഴിച്ചു. കാരണം അവൻ അമ്പലത്തിലൊരു പരിപാടി ഉള്ളതുകൊണ്ട് അവൻ വ്രതെടുത്തിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ തന്നെ നല്ല തട്ട് കെട്ടി. ഇതിൻ്റെ മേക്കപ്പ് ഏകദേശം കഴിയാറായിട്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ വരട്ടെ. അപ്പോൾ ഇതിൻ്റെ ഫുഡ് എന്തായാലും വേസ്റ്റ് ആവില്ല, അവർ കഴിച്ചോളും ബാക്കിയുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം. ഒരു ട്രഡീഷണൽ വെയറാണ്, ഒരു സ്കേർട്ടും ടോപ്പാണ് വരുന്നത്. പിന്നെ വേറൊരു ഡ്രസ്സും കൂടി ഉണ്ട്, ഒരു ധാവണി പോലത്തെ. ഇത് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിന് കുട്ടൻ്റെ ഫോൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. എവിടെയെങ്കിലും പോകുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലിപ്പോൾ ഭയങ്കര വാശിയൊക്കെ ആണെങ്കിൽ ഫോൺ വെച്ച് കൊടുക്കും. അപ്പോൾ നന്നായിട്ട് ഫുഡ് കഴിച്ചോളും. ആ ഒരു സമയത്ത് മാത്രം
മാത്രം. അല്ലാത്ത ആവശ്യമില്ലാത്ത സമയങ്ങളിൽ ഫോൺ വെച്ച് കൊടുക്കാറില്ല. ഒന്നാമത് അവർക്ക് പറ്റുകയില്ല, കണ്ണിൻ്റെ കുറച്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ട്. പിന്നെ അതേ ഞാനേ അപ്പുറത്ത് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ നിറച്ച് പോട്ടി വാൽസ് ഇങ്ങനെ നിൽക്കണം കേട്ടോ. പെട്ടെന്ന് എനിക്ക് അമ്മേനെ ഓർമ്മ വന്നു, സീതമ്മേനെ ഓർമ്മ വന്നു. ഒരു രക്ഷയുണ്ടായാലും ഒരു കൊമ്പ് പോലും അല്ലെങ്കിൽ ഒരു കഷ്ണം പോലും കിട്ടാനായിട്ട്. അപ്പോൾ ഞാൻ ആ പ്ലാൻ അവിടെ മാറ്റി വെച്ചു. ഞാൻ മേക്കപ്പിന് ഇരിക്കുകയാണ്. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ചേച്ചിക്ക് ചെറുതായിട്ട് ഒരു മസാജ് തന്നു. അത് നല്ലതാണെന്നാണ് പറഞ്ഞത്. ആക്ച്വലി ഞാനിങ്ങനെ ഫസ്റ്റ് ടൈമാണ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുന്നേ മുഖം കുറച്ചുകൂടി ഒന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ചേച്ചി പറഞ്ഞത്. സത്യം പറയാലോ, ആ ഒരു മസാജ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ബ്രൈറ്റനായി. എൻ്റെ ഫേസിൽ ഞാൻ അധികം മസാജൊന്നും ചെയ്യാറില്ല, കാരണം സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് തന്നെ എനിക്കതൊന്നും അധികം പറ്റില്ല. കുറച്ച് റെഡിഷ് ആവും, കുറച്ച് തരുതരുന്നതിനെ പോലെ എന്തെങ്കിലും പൊന്തും. അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ സത്യം പറഞ്ഞ പാർലറൊന്നും പോയിട്ട് ഇത്രയായിട്ടും മസാജുകൾ ചെയ്യാറില്ല, ഫേഷ്യൽ ചെയ്യാറായിട്ട് എനിക്ക് കുറച്ച് പേടിയാണ്. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് 1-2 പ്രാവശ്യം അങ്ങോട്ട് ചെയ്തിട്ടുള്ളൂ. ഹൈഡ്രാ ഫേഷ്യൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് സ്കിന്നിന് കുറച്ച് നല്ലതായതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ചെയ്തതാണ്, പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു കോസ്റ്റ്യൂം വരുന്നത് ഇതാട്ടോ, ഈ ഒരു ഫുൾ സ്ലീവ് ആയിട്ടുള്ളൊരു ടോപ്പും അതേപോലെ തന്നെ സ്കേർട്ടും. പിന്നെ എന്താണ്, ഞങ്ങൾക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വന്നതും മേക്കപ്പിന് ഇരുന്നത് കുറച്ച് ലേറ്റായിപ്പോയി. ഞാനിരുന്നപ്പോൾ തന്നെ ഒരു 3:30 സമയമായിപ്പോയി. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ക്യാമറമാൻ ടീംസൊക്കെ എത്തി, ഒരു 5 മണി അപ്പോഴേക്കും നമുക്ക് ലേറ്റ് പോവില്ലേ. നമ്മൾ ഇത് ഷൂട്ടായാലും കുറച്ച് നേരത്തെ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ 4:30 ആകുമ്പോഴേക്കും ഒരു സമയത്ത് ചെയ്യണം, അല്ലെങ്കിൽ ലേറ്റ് പോവില്ല. അപ്പോഴേക്കും ലാസ്റ്റ് ആയപ്പോഴേക്കും ഹറിബറിയായി. ഇതാണെങ്കിൽ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മുടിയൊക്കെ നന്നായിട്ട് ക്രിമ്പേനൊക്കെ പറ്റി. അപ്പം ഞാൻ ലാസ്റ്റ് ആയപ്പോൾ കുറച്ച് ഹറിബറി ആയിട്ട് മുടിയൊക്കെ നോർമലായിട്ടാട്ടോ കെട്ടിയത്. അപ്പം എൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും അഗിതരെ കുറച്ച് ഷൂട്ട് മൊമെൻറ്റ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അയിനുക്കുട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് അമ്മയെന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മുടി കുറച്ചും കൂടി ഒന്ന് പൊന്തിച്ച് വയ്ക്കാൻ തോന്നുന്നു അല്ലേ. പക്ഷെ മേക്കപ്പ് കുഴപ്പമിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അധികം എനിക്ക് തോന്നിയില്ല, ഇനി നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എനിക്കറിയില്ല. ഡയറക്റ്റ് കുഴപ്പമുണ്ടായിരുന്നത് നല്ലതായിരുന്നാണ് എല്ലാവരും പറഞ്ഞത് കേട്ടോ. അഗിതയുടെ മേക്കപ്പ് ആയാലും നൈസായിരുന്നു. അപ്പോൾ അഗിത അവിടെ ഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു സോങ് എടുത്തിട്ടുണ്ടായിരുന്നു, റീൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുമ്പോൾ കണ്ടാൽ മതി. ഒരു സസ്പെൻസ് പൊളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ, ലൈറ്റ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കും ടെൻഷൻ, അവർക്കും ടെൻഷൻ, കാരണം ഞങ്ങൾ മേക്കപ്പ് കുറച്ച് ഡിലേ ആയല്ലോ. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കുഴപ്പം കൊണ്ടല്ല, ഞങ്ങൾ മേക്കപ്പ് ചെയ്യാതിരുന്ന സമയം കുറച്ച് വൈകിപ്പോയതുകൊണ്ടാണ്. അപ്പോൾ അതിന് ആ ഒരു റീലൊക്കെ എടുത്തു. പിന്നെ ഞാൻ നികിൽച്ചേട്ടനും കൂടിയിട്ടുള്ളൊരു റീലെടുത്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. സത്യം പറഞ്ഞാൽ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ ചിലവഴിച്ചുള്ളൂ, 2 മണിക്കൂർ മാത്രമേ നമ്മൾ ചിലവഴിച്ചുള്ളൂ. നമ്മൾ എത്താൻ കുറച്ച് ലേറ്റായിപ്പോയി. അതിനുശേഷം മേക്കപ്പിന് ഇരുന്നു. അതിൻ്റെ ഇടയിൽ ഫുഡൊക്കെ കഴിച്ചില്ല, ഉള്ളിക്ക് ഫുഡൊക്കെ കൊടുത്തപ്പോൾ കുറച്ച് ഇതായിപ്പോയി. അപ്പോൾ ഞാൻ ഇപ്പോൾ ചേട്ടനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് നികിൽച്ചേട്ടനും കൂടി ഒരു ഫോട്ടോ എടുക്കണം. എനിക്ക് എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും എൻ്റെ ഷൂട്ട് ഉണ്ടെങ്കിലും എനിക്ക് നികിൽച്ചേട്ടനായിട്ടൊരു ഫോട്ടോ എടുക്കണം കേട്ടോ. അതെനിക്ക് മസ്റ്റാണ്. എനിക്ക് ആളില്ലാണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്യാൻ സത്യം പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ എവിടെ പോയിട്ടുണ്ടെങ്കിലും നികിൽച്ചേട്ടൻ്റെ ഒരു ഷർട്ട് ഞാൻ എടുത്ത് വെച്ചിട്ട് ആളെ കൂടെ ഒരു ഫോട്ടോ എടുപ്പിക്കും. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരുപാട് ഏരിയാസ് ഉണ്ട് ഷൂട്ട് എടുക്കാൻ പറ്റിയതും. അതേപോലെ തന്നെ ഇങ്ങനെ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ റിലാക്സ് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സെക്കൻഡ് ഡ്രസ്സ്, ഒരു ധാവണിയായിരുന്നു. ധാവണിയിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് പോയത് കൊണ്ട് ഫോട്ടോസ് അധികം എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങൾക്കിത് കണ്ടപ്പോൾ ഈ കളർ കണ്ടപ്പോൾ എൻ്റെ ദൈവമേ നല്ല ഇടിവെട്ട് കളറാണല്ലോ തോന്നി. പക്ഷേ ഇട്ട് വന്നപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞു നല്ല രസമുണ്ട്, വേറൊരു ലുക്കാണ്, എനിക്കൊക്കെ വേറെ ഏതോ ലുക്ക് എന്നൊക്കെ പറഞ്ഞു. സത്യം പറയാട്ടെ, എന്തോ ഒരു ലുക്ക്. അവൾക്ക് നല്ല രസമുണ്ടായിരുന്നു, അഗിതയ്ക്ക് നല്ല രസമുണ്ടായിരുന്നു ഈ കോസ്റ്റ്യൂം. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് വേറൊരു ദിവസം എടുക്കാമെന്ന് പറഞ്ഞു, കാരണം നല്ല ഭംഗിയുള്ള കോസ്റ്റ്യൂമാണ്. അപ്പോൾ നല്ല വയൽ, പാടം ആ ഒരു സ്ഥലത്തൊക്കെ വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടായിരിക്കുന്നു പറഞ്ഞു. അതിനെക്കുട്ടനാണെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ, നല്ല മോനായിരുന്നു. അവന് കുറച്ച് ബിസ്ക്കറ്റും സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനതിടയ്ക്ക് കുടിച്ചു, പാലൊക്കെ എടുത്ത് കുടിച്ചു. നല്ല കുട്ടിയായിരുന്നു കേട്ടോ, ലവ് യു അതിനെക്കുട്ടാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു വിശേഷം. അപ്പോൾ ഈ ഒരു ഷൂട്ടിൻ്റെ ഫോട്ടോസും വീഡിയോസും കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ, സീ യു.